الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. തങ്കക്കുറിയ ആലിമുൽ അല്ലാമ മൗലാന ഷെയ്ഖ് ഈസ ഹസ്രത്ത് അവർകൾ തമിഴ്നാട് മുസ്ലിം ജമാഅത്ത് செயலாளர் मौलाना अब्दुल हकीम इमदादी, मौलाना सकाफ़ी साहब और मौलाना अबू बकर हज़रत सकाफ़ी साहब കേരള മാനാട്ടിലെ കേൾവികൊണ്ട ഇസ്ലാമിക ദാഴി, സ്നേഹം നിറഞ്ഞ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, ഇവിടെ പറയപ്പെട്ടതുപോലെ ഹസ്രത്ത് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് മദ്ദസിലുൽ ആലി ഇവിടെ വരേണ്ടിയിരുന്നതാണ്. ரொம்ப ஆசை இருந்தது. இன்ஷா அல்லாஹ் உங்களுடைய துஆயினால், അല്ലാഹുവിൻ്റെ തൗഫീഖിനാൽ അനധിവിദൂരമായ ഭാവിയിൽ ഇൻഷാ അല്ലാഹ് ഇങ്ങ് വരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ஒரே ஒரு காரியம் உங்களுக்கு முன்னாடி பேச வேண்டும். മർക്കസു സഖാഫത്ത് സുന്നിയ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്, അറിയാം, പാത്തിട്ടില്ലേ? മർക്കസ് സഖാഫത്ത് സുന്നിയ പാത്താച്ച യാര് പാത്തത്? പാത്തവർ കൈപ്പൊക്കെ 4-5 പേര് പാത്താച്ച്. எல்லோர்களும் ஒரு நாள் வந்து பார்க்க வேணும். இன்ஷா அல்லாஹ், இன்ஷா அல்லாஹ் சொல்லுங்க. சுன்ஃபானி மின் உம்மத்தி இதா சொலுஹ சொலுஹன் நாசு குல்லுஹும். ഉലമാക്കൾ, ഉമറാക്കൾ, ഇത് രണ്ടുപേരും സ്വലാഹിനുടേവരായാൽ ഉലഹമാകെ ഇസ്ലാഹ് ആയിടും. ഉലമാക്കളെ വളർത്തു വേണ്ടി, ഉലമാ മക്കളെ വളർത്ത് ആവശ്യത്തിന് അറബിക്കല്ലൂരികൾ, മദ്രസകൾ, ദർസുകൾ, ഇന്ന് ഇവിടെ പറയുന്നത് പോലെ എഞ്ചിനീയറിംഗ് കോളേജ്, ലാ കോളേജ്, മെഡിക്കൽ കോളേജ്, സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ എല്ലാം ഉലമാക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് പെരിയ പെരിയ കൽവികൾ മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ കീഴിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സുൻഫാനി മിൻ ഉമ്മത്തി, 2 groups of my ummat, ulama and umara. ഉലമാക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ മദ്രസകൾ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ഉമറാക്കൾ വളർന്നു വരവേണം. ഉമറാക്കൾ അവർ സ്കൂളിൽ പഠിച്ച്, കോളേജിൽ പഠിച്ച്, IAS എടുത്ത് എൻജിനീയറായി, ഡോക്ടറായി പോയിടും നമാസ് தொழுது முடியாது, தெரியாது, எப்படி தொழுதுவான்னு தெரியாது, நஜஸ் ശുദ്ധിയാക്കുന്നത് എപ്പടിയെന്ന് தெரியாது. ആരെങ്കിലും വന്ന് ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് ശരിയാണ് അല്ലയോ എന്നറിയാൻ they cannot understand whether it is right or not.
because they are studying in only school. You know, the science teach how to make sword or knife. வாள் எப்படி உண்டாக்கும் அது സയൻസ് உங்களுக்கு പഠിപ്പിച്ചു കൊടുക്കും. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം, where it is to be used, science does not teach you. It is not to kill your brother. உங்களை സഹോദരനെ കൊല്ല വേണ്ടിയല്ല, അത് സയൻസ് പഠിപ്പിക്കാതെ, അത് മതം പഠിപ്പിക്കുന്നു. ഓറഞ്ച്, നാരങ്ങ நல்ல பசி இருந்தால் நாரங்க சாப்பிட்டா பசி அடங்கிடும். എന്നാൽ அந்த നാരങ്ങ உங்களுடைய சகோதரனை ஃபகீர்னு மிஸ்கின்னு கொடுத்தால் சொதக்கையாயிடும். சயின்ஸ் உங்களுக்கு நாரங்காவில் என்ன கெமிக்கல் அடங்கி இருக்குன்னு சொல்லுவாங்க. Science will teach you what are the ingredients of this fruit. They will not teach you what you can do with it as a humanitarian work. അത് മതം, ഇസ്ലാം ആണ് അക്കാര്യം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്ലാം what teach you? Islam teach you how to sleep, how to eat, how to drink, how to wear the dress, how to clean your face. Islam teach you how to live with your wife and children. Islam teach you how to do your businesses, halal and haram. Islam teaches you the social life. Islam teach you everything from cradle to grave. തൊട്ടിലിരുന്ന് ഖബർ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നു. മദ്രസയും ദീനും പഠിക്കാത്ത കുഴந்தைകൾ സ്കൂളിൽ மட்டும் പഠിത്ത് അവർക്ക് ഇസ്ലാമിലെ മുസ്ലിം അവരുടെ പേര് மட்டும் വലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. മുസ്ലിമിനുடைய പേര് மட்டும் இருக்கு, வேற ஒன்றும் இல்லை, பேரும் இல்லை. இப்போ புதுசா யுகத்தில் பேரும் இல்லை. பேர் கேட்டால் தெரியுமா முஸ்லீம் ஆனால தெரியாது, அந்த மாடர்ன் பேர் வச்சு. അപ്പോൾ ഇസ്ലാമുடைய എഡ്യൂക്കേഷൻ കിട്ട വേണ്ടി മദ്രസയിൽ പോക വേണം. You should go to madrasa to learn Islamic studies, so you cannot learn English or science or mathematics. Then you have to choose whether madrasa or school. मदरसा चाहिए या स्कूल चाहिए, ये आपको चुनना पड़ेगा. लेकिन हमारे असलाफ क्या पढ़ाते थे? What they have taught us? You know which is the first university in the world? ഉലഹത്തിലെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഏത്? അൽ ഖറവിയീൻ യൂണിവേഴ്സിറ്റി. ഏത്? അൽ ഖറവിയീൻ. சொல்லுங்க. எங்கே? മൊറോക്കോ, ഫാസ്. யார் കെട്ടിയത്? ഫാത്തിമ ഫിഹ്രിയ എന്ന ഒരു മഹിള മട്ടും அந்த യൂണിവേഴ്സിറ്റി കെട്ടിയത്. അൽ ഖറവിയീൻ ഇസ്ലാത്തിനുடைய യൂണിവേഴ്സിറ്റി അല്ലേ? ഉലഹത്തിലാകെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി, the first ever university in the world built by a Muslim woman. Then came Tunisia, Zaytuna University, then Al-Azhar University. After all these, European made their universities in Europe. Al-Qarawiyin University എന്ന് ചെന്നാൽ അതൊരു പള്ളിവാസൽ മട്ടും. It is a ജാമിയ. പള്ളിവാസലിൽ இந்த தூணில் சாரி இருந்து ஹசரத் குர்ஆன் படிப்பிச்சு கொடுக்கும்.
Hazrat will teach the Quran. அந்த தூணில் சாரி இருந்த மற்றொரு ஹசரத்தை ஃபிக்ஹை படிப்பிச்சிருக்கும். ஃபிக்ஹ், அகீதா, தஸவ்வுஃப். വേറൊരു ഹസരത്ത് ഇங்கே കെമിസ്ട്രി പഠിപ്പിക്കും. വേറൊരു ഹസരത്ത് அந்த தூணிலிருந்து ഫിസിക്സ് പഠിപ്പിക്കും. വേറൊരു ഹസരത്ത് அங்கே இருந்து മാത്തമാറ്റിക്സ് പഠിപ്പിക്കും. நம்ம ഉലമാക്കൾ முதல் காலகட்டத்தில் பள்ளிவாசலில் இருந்து இந்த சயின்ஸ் எல்லாமே படிப்பிச்சு. ഉലമാക്കൾ ആസ്ട്രോളജിയും ആസ്ട്രോണമിയും ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിച്ചു. After all this, new thoughts, new ideologies came in Islam. They said, no, Islam, namaz, siyam, hajj, that's all. The other everything, let others take. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ ചെയ്യട്ടെ. ഇസ്ലാം എന്ന് சொன்னா ഇത് തൗഹീദ്, ശിർക്ക്, ഇത് മട്ടും വേറെ ഒന്നുമില്ലേ. അതിനാൽ ഇസ്ലാം മുസ്ലിംകൾ ലോകത്തെ ഫസ്റ്റ് സയൻറ്റിസ്റ്റുകൾ, ലോകത്തെ ഫസ്റ്റ് മാത്തമാറ്റിഷ്യൻസ് അതെല്ലാം ഇല്ലാതെ പോയി. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അവർ ലോകത്ത് ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. They taught all these science and other knowledges. अहलुसुन्नत वल जमात के उलमा सारे दुनिया में ऐसे ही तालीम देते थे. इसमें साइंस भी पढ़ाते थे, मैथमेटिक्स भी पढ़ाते थे. इसलिए कुरान शरीफ बताता है, अफला यंजुरून इलल इबली कैफ खुलिकत. इसका माना क्या है? You should learn biology, zoology, botany. وإلى الجبال كيف نصبت وإلى الأرض كيف سطحت وإلى السماء كيف رفعت. Astronomy, geology, astrophysics, geophysics, all the science you should learn. ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിവാസലിൽ ഇരുന്ന് എല്ലാ സയൻസുകളെയും സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. താബിഈകളും തബഉ താബിഈകളും അതേ തുടർന്ന് വന്ന് നമ്മുടെ രാജ്യത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലുമെല്ലാം അതേ രീതിയിലുള്ള പള്ളിവാസലുകൾ പെരിയ പെരിയ യൂണിവേഴ്സിറ്റികളായി വന്നാച്ച്. ബാഖിയാത്തുസ് സാലിഹാത്തിൽ, മദ്രസ ലത്തീഫിയയിൽ, മദ്രസ ഫൈസുൽ ഉലൂമിൽ அப்படிப்பட்ட പെരുമ പെറ്റ എല്ലാ അറബിക്കല്ലൂരികളിലും ഹിസാബ്, ഹന്തസ, ലോജിക്ക്, ഫിലോസഫി, ഇൽമുൽ ഫലക് ഇതെല്ലാം അടുത്ത കാലം വരെ പഠിപ്പിച്ചു കൊടുത്തു. ദീസ് ഓൾ സബ്ജക്ട്സ് യൂസ്ഡ് ടു ലേൺ ഇൻ ദ മസ്ജിദ്, ബട്ട് everything lost. Now the rich people, they will not send their children to Muslim school. They will send to Kodaikanal, Ooty, Good Shepherd school. So what culture they will learn from there? So if you want to learn Islam, science, everything along with Islam, namaz and Islamic culture, that is why Markaz made hundreds of schools. Now Markaz made one international school. This area is an international school, Alif Global School. Appo ഫഖീർ കുളന്തേകൾക്കും മിസ്കീൻ കുളന്തേകൾക്കും മിഡിൽ ക്ലാസിൻ്റെ കുളന്തേകൾക്കും പെരിയ അമീറിൻ്റെ കുളന്തേകൾക്കും എല്ലാവർക്കും പഠിക്ക വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കൂൾ മർക്കസിന് കീഴിൽ വന്നേച്ച്. ലോ, നിയമവിജ്ഞാനം, ലോ എഡ്യൂക്കേഷൻ. ലോ തിരിയാതെ, due to the ignorance in the law, people are getting into the cases and being arrested. They don't know how to deal, how to live in this country. It is fardhu kifaya.
Fardu kifaya to have lawyer in every village. In the muhalla il Muslim lawyer irukka Hazrat evlo irukku എത്ര വക്കീൽമാരുണ്ട് ഇവിടെ? முஸ்லீம் அட்வொகேட் ரொம்ப ஜாஸ்தி அட்வொகேட் தேவை இருக்கு. എല്ലാ വില്ലേജിലും വേണം. നിരവധി കേസുകൾ വന്ന് ആളുകളെ കേസാക്കിയിട്ട് അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു വക്കീലിരുന്നാൽ പ്രൊട്ടക്ഷൻ ഇരിക്കും. അപ്പം വക്കീലിനല്ലേ പറയാം, ലായർ പള്ളിവാസലിന് കേസ് വന്നു. A case came against the Pallivasal. So, who will explain these things about what the Fiqhi Kitab says about Pallivasal and Qabristan? Who will explain? Shankaranarayanan Vakil, Kumaraswamy Vakil, ille. Appo the Hazrattude Vakil, Maulavi Fadil Vakil, Tevirik, Maulavi Fadil വക്കീൽ, മൗലവി കാമിൽ വക്കീൽ, ആലിം സാഹബ് വക്കീൽ. മർക്കസ് ലാ കോളേജിൽ ഇപ്പം 100 വക്കീൽ പാസ്സായിട്ട് ഫസ്റ്റ് ഇപ്പം 2 വർഷമായി 2 ബാച്ച്. 100 വക്കീലിൽ 35 വക്കീൽ ആലിം ഫാദിൽ. He can be an imam in masjid, he can do khutbah, he can teach all fiqh, also he can go to the court. Alhamdulillah. Only for justice, not to protect a Muslim only, to stand for this country. അപ്പോൾ നീട്ടി പറയുന്നില്ല ഇൻഷാ അല്ലാഹ്. So Muslim leadership should be there in social, cultural, economic and health science. Is there people, cancer diseases is there in our village? Irika? Illa. Heart patients irika? Kidney patients irika? Ellam undu, nare irikku. Muslim innallahu yuhibbul mu'min al-qawiyya. Mu'min should be healthy. How he will become healthy? If he live as a Muslim, he will be healthy. എപ്പടി സാപ്പിടണമെന്ന് ഇസ്ലാം സ്വന്നാറുകൾ അതേ രീതിയിൽ ജീവിച്ചാൽ ഹെൽത്ത് ഇരിക്കും. 5 വക്ത നിസ്കാരം, വുളു അതെല്ലാം ചെയ്തിരുന്ന ഹെൽത്ത്. പക്ഷെ ആര് ചെയ്യും? അപ്പോൾ ഇസ്ലാം ഹെൽത്ത് കൺസെപ്റ്റ്, ഇസ്ലാമിൻ്റെ ഹെൽത്ത് ദർശനങ്ങൾ അത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്ക വേണം. മുസ്ലിമിൻ്റെ ഹോസ്പിറ്റൽ വേണം. ഇപ്പോൾ முதல்ல ഒരാൾക്ക് 10 குழந்தைகள் இருந்து 10, 12, 13 എല്ലാം ഇருந்து ഇല്ലേ? ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? 3-4 പേര് ഇருக்கு. 10. അൽഹംദുലില്ലാ. அப்படியே இருக்க வேணும். അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ ജാസ്തിയായിട്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ പ്രഗ്നൻറ്റ് സിസേറിയൻ பண்ண വേണം. എന്നിട്ട് എന്നാ சொல்லு, 2 സിസേറിയൻ ചെയ്താൽ പിന്നെ ചെയ്യக்கூடாது, 3 ലാസ്റ്റ്, പിന്നെ மட்டும் செய்யக்கூடாது. ഇത് തപ്പ്, പെരിയ തപ്പ്. സിസേറിയൻ ഒരു പെണ്ണിന് എവിടെ ചെയ്യലാം? ഒരു ക്രിട്ടിക്കലും ഇല്ല. 5, 6, 7, 8 ടൈംസ് സിസേറിയൻ செய்ய முடியுமாங்க? அப்போ டாக்டர் they will threaten you, it cannot be done, cutting the number. So Muslim should become doctor, and also Muslim should have hospitals.
ഇറ്റ്സ് എ പെരിയ സബ്ജക്റ്റ്. നമ്മളിപ്പോൾ തമിഴ് തിരിയാതെ ചൊല്ലിയാവൊന്നും മനസ്സിലാവില്ല, കുറച്ച് മനസ്സിലാവും. अच्छा अच्छा, कुछ लोगों को हिंदी भी मालूम है. नहीं, मैं ख़त्म कर रहा हूँ. मैं ये बोलना चाहता हूँ, मुसलमान के लिए ऐसे इमामत, ऐसे लीडरशिप चाहिए जिसमें लोगों को सेहत की बात भी बताना चाहिए, तिजारत की बात भी बताना चाहिए, तालीम की बात भी बताना चाहिए और काश्तकारी एग्रीकल्चर के बारे में भी बताना चाहिए. ये तमाम चीज़ों को सस्टेनेबल कम्युनिटी हुजूर पाक सरवर कायनात मोहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम का ये नज़रिया था और मदीना शरीफ में ऐसे ही लोगों को सिखा के ऐसे एक शहर वहाँ बनाए थे. तो हमारे गाँवों में मेहनती होना चाहिए, किसान होना चाहिए और सब चीज़ों में हमारे काम होना चाहिए. कोई फ़कीर और गरीब नहीं होना चाहिए. अमीर लोगों की तरफ से लोगों को माल भी, इमदादात भी पहुंचाना चाहिए. अल्हम्दुलिल्लाह. इसलिए हमें मुत्तहिद होकर रहना चाहिए. हम बंटवारा बटा नहीं होना चाहिए. आपस में इत्तेहाद के साथ, एकता के साथ रहना बहुत ज़रूरी है. और इस्लाम आपके यहाँ कैसा आया? इस्लाम कहाँ से आया? इस्लाम किधर से आया? റസൂലുള്ളാ മക്കയിലിരുന്ന് എല്ലാ ഭാഷയിലും ചൊല്ലാം ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഇസ്ലാം പഠിപ്പിച്ചു. അവിടുന്ന് സ്വഹാബത്ത് കൊണ്ടുവന്നു, താബീങ്ങൾ കൊണ്ടുവന്നു, ഔലിയാക്കൾ വന്നു. ഷാഹുൽ ഹമീദ് നായകം ഖദ്ദസല്ലാഹു സിറ അവർ എങ്കിന്ന് വന്നാച്ച് യു പിയിൽ നിന്ന് വന്ന് ഉത്തർപ്രദേശ് മാണിക്പൂർ. നത്ഹർ ആലം ബാദുഷാ എങ്കേന്ന് വന്നാച്ച് തുർക്കിയിൽ നിന്ന് വന്നാച്ച്. ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു എങ്കേന്ന് വന്നാച്ച് മദീനാവിൽ നിന്ന് വന്നാച്ച്. അപ്പോൾ ഉലമാക്കളെല്ലാം ദൂരെ ദൂരെ വന്ന് അവർ ഇസ്ലാമെ പഠിപ്പിച്ചു. അതേ രീതി നാം ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ചെറിയ ചെറിയ ഊരുകളിൽ, വില്ലേജുകളിൽ ഇസ്ലാമിൻ്റെ ദഅവത്ത് ചെയ്യുക എന്ന് പറയുന്ന വലിയ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന് എല്ലാവരും ഒന്നിച്ച് ദീനുൽ ഇസ്ലാമെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി എല്ലാവരും പരിശ്രമം പണ വേണം. ഇൻഷാ അല്ലാഹ്. ഇപ്പം മനസ്സിലായി. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തമിഴ് നന്നായി പഠിച്ചിട്ട് തമിഴിൽ ചൊല്ലലാം. ഇപ്പോൾ ഒരൊറ്റൊരു വിഷയം കൂടെ പറയുന്നു, മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ. ഒരു വിഷയം ഇപ്പോൾ തമിഴ്നാട്ടിലൊരു വലിയ വിഷയം. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 13 സംസാരം ഇരുന്നത്, മனைவிമാർ ഇരുന്നത്. முதல் மனைவிக்கு குழந்தைகள் இருந்தது, வேற மனைவிமார்ക്കൊന്നും குழந்தைகள் இல்லைன்னு. என்ன விஷயம்? പിന്നെ മാരിയത്തുൽ ഖിബ്തിയാക്ക് അവർക്കൊരു കുഴந்தை ഇരുന്നത്, വേറെ എല്ലാവർക്കും കുഴந்தைകളില്ലേ എന്ന കാര്യം. അതിനാൽ அந்த കുഴந்தைകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലേ? മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, കാപ്പാത്തുകൊള്ളട്ടെ. അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം, அந்த விஷயத்தை கேட்டால் ഉലമാക്കളെ കേട്ട് നമ്മൾ മനസ്സിലാക്കി വേണം. എന്നല്ലാതെ നാം റോട്ടിലിറങ്ങി റോഡ് ബ്ലോക്ക് പണി அந்த ഷോപ്പിനെ കല്ലെറിഞ്ഞ് കുഴപ്പമുണ്ടാക്കിയത് കൊണ്ടൊരു കാര്യവും ഇല്ല. എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയാണ് അവരിക്കാര്യം പറയുന്നത്? അവർ why they are bringing this statement? वो लोग क्यों ये बताते हैं? आपको मालूम है?
ക്യോ? ആപ്കോ ജലാനെ കെ ലിയെ. ഈ കാര്യങ്ങൾ അവർ പറയുന്നത് നമ്മെ ചൂടാക്കിയിട്ട് നാം റോട്ടിലിറങ്ങി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാം അതിനു പിന്നാലെ പോകരുത്. നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുക, മുഅ്മിനീങ്ങളെ ബോധവൽക്കരിക്കുക, അവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവർക്കും സത്യം പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ കുഴപ്പങ്ങളുണ്ടാക്കി റോഡ് ബന്ധാക്കി തീ വെച്ചതുകൊണ്ട് എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല. അവിടെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ അവർ പറയുന്നത് തന്നെ നമ്മെക്കൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യിക്കുകയും അതിലൂടെ കലാപങ്ങൾ ഉണ്ടാക്കുകയും ഈ നാട് നശിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ മുസ്ലിം എപ്പോഴും സമാധാനത്തിൻ്റെ ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. കദ്ദാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മജ്നൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ എല്ലാ ആരോപണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇക്കാലം വരെയും പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിറപ്പിൽ ഒരു കുറവും വന്നിട്ടില്ല. അത് ഖിയാമത്ത് നാൾ വരെ മുസ്ലിങ്ങൾ യാസ്തിയായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മുസ്ലിം ഇസ്ലാം കാണിച്ചു കൊടുക്കണം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആളുകളാണ് മുസ്ലിം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കലാണ് നമ്മുടെ ദൗത്യം. മറ്റുള്ളവർ വലിച്ചെറിയുന്ന പന്തിനു പിന്നാലെ പോയിട്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ നാം കാരണമായി തീരരുത്. ഞാൻ പറഞ്ഞല്ലോ, തെറ്റുണ്ടോ? തിരുത്തിക്കോളൂ. ശരിയല്ലേ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പം മർക്കസിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരും. എല്ലാവരും മർക്കസ് കാണാൻ വേണ്ടി വരണം. മർക്കസ് നോളജ് സിറ്റി ഒരു പുതിയ സെറ്റപ്പ്, അത് കാണാൻ വേണ്ടി വരണം. പെരിയ ആളുടെ മക്കൾക്കും ചിന്ന ആളുടെ മക്കൾക്കും എല്ലാവർക്കും പഠിക്കാനുള്ള സ്കൂളുകളും മദ്രസകളും ഓർഫനേജുകളും മെഡിക്കൽ കോളേജുകളും ലോ കോളേജുകളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അവിടെ കുട്ടികളാക്കുകയും ചെയ്യാം. ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു പെരിയൊരു പള്ളിവാസൽ ഇപ്പോൾ അവിടെ കെട്ടുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ എന്ന് അങ്ങനെ ചോദിക്കല്? கேள்விப்பட்டிருக்கீங்களா? பெரிய பள்ளிவாசல். அந்த பள்ளிவாசல் ஃபோட்டோ நீங்கள் இன்ஷா அல்லா பார்க்கலாம். அந்த பள்ளிவாசல் 90% അതിൻ്റെ പണിയെല്ലാം முடிஞ்சாச்சு. ബാക്കി 10% പണി இருக்கு. അതിന് ரொம்ப காசு வேணும். അപ്പോൾ ഇന്ത്യയിൽ அந்த மாதிரி ഒരു പെരിയ പള്ളിവാസൽ വരുമ്പോൾ എന്നുடைய ഒരു ചെറിയ സ്വതക്ക അതിൽ വേണം എന്ന് എല്ലാവരും ഒന്ന് നിയ്യത്ത് വെക്കണം. ചെറിയ സദക്ക ഒരു നിയ്യത്ത് വെക്കണം. പറ്റുമോ? ഒരു മുസല്ലായുടെ ഇടം മാർബിൾ പോട്ട് ചെയ്യ വേണ്ടി ഒരു 5000 രൂപ വേണം. 5000 രൂപ കൊടുക്കാൻ പറ്റുമോ എല്ലാവർക്കും? ഇൻഷാ അല്ലാഹ്. 5000 പറ്റാത്ത ആൾ 2000, അത് പറ്റാത്ത ആൾ 1000. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജമ്മാക്കിയിട്ട് കൊടുത്ത് നമ്മ അബ്ദുൽ ഹക്കീം ഇംദാദി ഹസരത്ത് സഖാഫി ഹസരത്തിൻ്റെ പക്കത്തിൽ വരണം. പിന്നെ ഇങ്ങനൊരു സംഘം ഷെയ്ഖ് ഈസ മൗലാന ഹസരത്ത് ഉൾപ്പെടെ ഒരു ചെറിയ സംഘം വന്ന് ഉസ്താദിൻ്റെ കയ്യിൽ കൊടുക്കണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ ആ പ്രത്യേകമായ സന്ദേശം നിങ്ങളുടെ മുന്നിൽ ഞാൻ അറിയിക്കുക കൂടി ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഹസരത്ത് ചൊല്ലിത്തരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.